നമസ്തേ സ്വാമിജി. നമസ്തേ മാം. കഴിഞ്ഞ മാസം ജനുവരി മാസം 15-ാം തീയതി എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. അന്ന് ഞാൻ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൻ്റെ പുരികത്തിൽ ഒരു വണ്ട്, തെങ്ങിലൊക്കെ ഇരിക്കുന്ന കറുത്ത വണ്ട് വന്ന് അടിക്കുകയും ഭയങ്കര വേദനയായിട്ട് ഞാൻ ബൈക്കിനെ ചവിട്ടി നിർത്തി. ആക്സിഡൻ്റ് ഉണ്ടാവേണ്ടതായിരുന്നു. ഭാഗ്യത്താൽ ആക്സിഡൻറ്റ് നടന്നില്ല. പിന്നീട് അന്നേ ദിവസം തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കണ്ണാശുപത്രിയിൽ കൊണ്ടുപോവുകയും എൻ്റെ 3rd ക്രേനിയൽ നെർവ്, ബ്രെയിനിൽ നിന്ന് വരുന്ന ആ നരമ്പ്, കണ്ണിലോട്ട് വരുന്ന നരമ്പ് ഡാമേജ് ആയെന്നും എൻ്റെ കൺപോള പൂർണ്ണമായിട്ടും ഡ്രൈ ആയി അടഞ്ഞുപോയി. അത് തുറക്കാൻ വേണ്ടി 3 മാസം മുതൽ 6 മാസം വരെ എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്കത് ക്ലിയറാക്കാൻ വേണ്ടി വീണ്ടും 4 ഡോക്ടേഴ്സിനെ, ന്യൂറോ സർജൻസിനെ ഞാൻ പോയി കണ്ടു. എല്ലാവരും പറഞ്ഞ ഒരേ മറുപടിയാണ്, 3 മാസം മുതൽ 6 മാസം വരെ ആകും എൻ്റെ കണ്ണ് തുറക്കാൻ. അപ്പോഴാണ് ഞാൻ പറഞ്ഞറിഞ്ഞത് ഇവിടെ ഒരു ആഞ്ജനേയ സ്വാമി ക്ഷേത്രം തിരുവട്ടാറിലുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ ഭഗവാന്റെ മുമ്പിൽ, ആഞ്ജനേയ സ്വാമിയുടെ മുമ്പിൽ വരികയും ധ്യാന നിമഗ്നനായി ഞാൻ കുറച്ചു നേരം ഇരിക്കുകയും ചെയ്തു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ സ്വാമിജി നിൽക്കുന്നു. ഈ ക്ഷേത്രത്തിലെ നമ്മുടെ എല്ലാം ഗുരുവായ സ്വാമിജി നിൽക്കുന്നു. എന്തരേ കണ്ണടിച്ചു പോയാ എന്ന് സ്വാമിജി എന്നിട്ട് കേട്ടാങ്ക. കേൾക്കുമ്പോൾ ഞാൻ ചൊന്നെ, സ്വാമി കണ്ണടിച്ച് പോയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഈ പൂജ കഴിയട്ടെ, ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞു. അത് സ്വാമിജിയുടെ ഒരു വലിയ മനസ്സുകൊണ്ട് എനിക്ക് ചെയ്തു തന്നാണ്. ഇത് കഴിഞ്ഞിട്ട് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞ് എന്നെ ഹീൽ ചെയ്തു. അതായത് ഇന്നേക്ക് 1 മാസമേ ആയിട്ടുള്ളൂ. ഒരു 10-15 സെക്കൻഡ്സ് സ്വാമി എടുത്തിരിക്കും. ഒറ്റ ഹീലിംഗ് തീരാൻ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ 2 വിരൽ കൊണ്ട് കണ്ണിനെ തുറന്നു പിടിക്കാൻ. ആ തുറന്നു പിടിച്ച കണ്ണ് അതിനുശേഷം അടഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ കണ്ണിതാ ഇപ്പം പൂർണ്ണമായിട്ടും തുറന്നു. ഇവിടാണ് വൈദ്യശാസ്ത്രം തോറ്റുപോയ സംഭവം. ഇവിടെ 3 മാസം മുതൽ 6 മാസം വരെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് 1 മാസം, വെറും 1 മാസമായ എൻ്റെ കണ്ണ് വെറും 10 സെക്കൻഡ് കൊണ്ട് തുറപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഈ അമ്പലത്തിൽ കാണുന്ന സ്വാമിജി ഒരു മനുഷ്യ രൂപമെടുത്ത ദൈവം തന്നെയാണ്. ആഞ്ജനേയ സ്വാമി സ്വന്തം ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്വാമിജി. ഈ അനുഭവം എനിക്ക് പറ്റിയതുപോലെ വന്നതുപോലെ ലോകത്തിലുള്ള എല്ലാവർക്കും വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അന്നു മുതൽ ഞാനും എൻ്റെ ഫാമിലിയും ഈ ക്ഷേത്രത്തിൽ 24 മണിക്കൂറും എന്തുണ്ടെങ്കിലും ഞങ്ങളിവിടെ കാണും. ഞങ്ങൾ ഒരു സേവനം പോലെ. കാരണം ഒരു പൈസ പോലും വാങ്ങിക്കാതാണ്. ഏകദേശം 75,000 രൂപ വരെ ഡോക്ടർമാർക്ക് ചിലവാക്കിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ ഒരു പൈസ പോലും വാങ്ങിക്കാതാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, എൻ്റെ ജീവിതത്തിനെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു സേവനമായിട്ട് ഞങ്ങളുടെ ഫാമിലിയോട് കൂടി ഈ അമ്പലത്തിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വാമിജി ഈ മെഡിറ്റേഷൻ, ഹൈ ലെവൽ മെഡിറ്റേഷൻ, 20 വർഷം കൊണ്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. സ്വാമിജി ഇവിടെ കൊടുക്കുന്ന മെഡിറ്റേഷൻ ലോകത്തിലെ ഏറ്റവും ഹൈ ലെവൽ മെഡിറ്റേഷൻ. 2 ദിവസത്തിന് ഇപ്പോൾ സുഷുപ്ന ക്രിയ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെഡിറ്റേഷൻ സ്വാമിജി തന്നു. അതിൻ്റെ വൈബ്രേഷൻ സ്വാമിജി എന്നെ 2 പേരെ വിളിച്ചൊന്ന് സ്വാമിജിയുടെ പവറൊന്ന് കാണിച്ചു തന്നു. സ്വാമിജിയുടെ അടുത്ത് വരുന്നതിന് മുമ്പ് അവർ തെറിച്ചു പോയി വീഴുകയായിരുന്നു. ഇതേപോലത്തെ ഇതൊക്കെ സ്വാമിജിക്ക് നിസ്സാരപ്പെട്ട കാര്യങ്ങൾ. സ്വാമിജി ഇതെല്ലാം ഒരു തമാശ രൂപത്തിലാണ് നമ്മുടെ അടുത്ത് ചെയ്യുന്നത്. ഒന്നും അല്ല എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് കിട്ടുന്ന ഈ നല്ല അനുഭവങ്ങൾ ലോകത്തിലുള്ള എല്ലാവർക്കും കിട്ടണം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവിടുത്തെ മെഡിറ്റേഷൻ ആയാലും ശരി, പൂജയായാലും ശരി, ഇവിടുത്തെ വിഗ്രഹങ്ങളാണെങ്കിലും ശരി, വേറൊരു സ്ഥലത്ത് കാണാൻ പറ്റാത്ത വിഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പൂജാ സ്റ്റൈലേ വേറെയാണ്. സ്വാമിജി നടത്തുന്ന പൂജാ സ്റ്റൈലുകളെല്ലാം വേറെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അമ്പലത്തിൽ വന്ന് ഇവിടുത്തെ ആഞ്ജനേയ സ്വാമിയെ കാണണം, ആഞ്ജനേയ സിദ്ധസ്വാമിയെ കാണണം. എനിക്ക് കിട്ടിയതുപോലുള്ള നല്ല അനുഭവങ്ങൾ ലോകത്തിലുള്ള എല്ലാവർക്കും കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംഹരിക്കുന്നു. നമസ്കാരം. നമസ്തേ സ്വാമിജി. നമസ്തേ മാം.